0.1 ഇൻറ്റു 0.01 ഇൻറ്റു 0.001 ഇൻറ്റു 10 ഘാതം 10ൻ്റെ വില കാണുക. നമുക്ക് ഉത്തരം കാണാൻ ആദ്യം ഈ ദശാംശ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക. 10 ഘാതം 10 അവിടെ ഇരിക്കട്ടെ, ദശാംശ സംഖ്യകളെല്ലാം കൂടി ഗുണിക്കുക. ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമ്മൾ ദശാംശം ഇല്ലാണ്ട് സംഖ്യകൾ മാത്രം ഗുണിക്കുക. ഇവിടെ എന്താ സംഖ്യ? 1 1 1. എല്ലാ സംഖ്യകളും 1 ആണ്. അപ്പോൾ എല്ലാം കൂടി 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഗുണിച്ചാൽ 1 എന്ന് വരും. ഇനി നമ്മൾ ദശാംശം നീക്കുക. ആകെ എത്ര ദശാംശം? ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 അക്കം. ഇതെല്ലാം കൂടി കൂട്ടുക, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക. 1 2 3 3 3 6. 6 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 6 സ്ഥാനം ഇടത്തോട്ട് നീക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ഇനി 6 സ്ഥാനം വരണമെങ്കിൽ ഒരു 5 സ്ഥാനം കൂടി വരണം. അതിന് 5 0 ഇടുക നമ്മൾ. 1 2 3 4 5. ഇപ്പോൾ 1 2 3 4 5 6 5 0 ഇട്ടു. ഒന്നും കൂടി ചേർത്തിയ 6 സ്ഥാനമായി. 6 സ്ഥാനം നീക്കി ഇടത്തോട്ട് ദശാംശം ഇട്ടു. 0.000001. ഇനി ഇൻറ്റു എന്തുണ്ട്? 10 ഘാതം 10. ഈ ഗുണിക്കണം 10 ഘാതം 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ദശാംശം എവിടെയാണോ അവിടുന്ന് ഗുണിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ വലത്തോട്ട് നീക്കണം ദശാംശം, വലത്തോട്ട്. എത്ര? 10 സ്ഥാനം. 10 ഘാതം 10 എന്ന് പറയുമ്പോൾ 10 പ്രാവശ്യം ഗുണിക്കൽ. അതായത് 10 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം. ഈ ദശാംശം 10 സ്ഥാനം വലത്തോട്ട്. 1 2 3 4 5 6 ഉള്ളൂ. ഇവിടെ 6 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 10 വരണമെങ്കിൽ ഇനി അപ്പുറത്ത് ഒരു 4 സ്ഥാനം വരണം. അതായത് 4 പൂജ്യങ്ങൾ ചേർക്കുക 1ൻ്റെ വലതുവശത്ത്. പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പോൾ 1 എന്നിട്ടിട്ട് 1 2 3 4. എത്രയാണ് ഉത്തരം? 10,000.